കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഉടൻ തീരുമാനം വേണമെന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ. രാഹുൽ ഗാന്ധിയെ ഇക്കാര്യം അറിയിച്ചു. നടന്ന പ്രകടനങ്ങൾ ആസൂത്രിതമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. VM സുധീരൻ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബാലഗോപാൽ, നേതാക്കൾ എത്തുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുന്നു, നേതാക്കൾ എത്തുന്നു, കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഈ ധാരണയിൽ നിന്നൊക്കെ മുഖ്യമന്ത്രി ആര് എന്ന ധാരണയാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. അതെപ്പോൾ പ്രതീക്ഷിക്കാം? VM സുധീരനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇതുവരെ നടന്നിട്ടില്ല. അത് അല്പസമയത്തിനുള്ളിൽ നടന്നേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇനി രാവിലത്തെ ചർച്ചകളിലേക്ക്, അതായത് ദിവിഷ് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴുണ്ടാകുമെന്ന് ചോദിച്ചാൽ ആർക്കും അതിനൊരു ഉത്തരം നൽകാൻ വേണ്ടി കഴിയില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. കാരണം എത്രയും വേഗം ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വേണമെന്ന് ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയെ കണ്ട് ഏറെക്കുറെ എല്ലാ നേതാക്കളും അദ്ദേഹത്തോട് പറയുകയാണ് ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു വിജയം ലഭിച്ചു. ആ വിജയത്തിൻ്റെ ശോഭ നശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വൈകരുതെന്നാണ് പൊതുവെ നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി ആകട്ടെ ഈ കേരളത്തിൽ നടന്ന പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ നേതാക്കളോട് ചോദിച്ചിരുന്നത്. ഇത് ഈ നേരത്തെ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന തരത്തിലുള്ള ചില നരേറ്റീവുകളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം രാഹുൽ ഗാന്ധി ഈ നേതാക്കളോട് ചോദിച്ചിരുന്നു. പൊതുവെ ഈ നേതാക്കളൊക്കെ പറഞ്ഞത് ഇത് തികച്ചും ആസൂത്രിതമാണ്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഈ പ്രകടനം വിലക്കിയ അതേ സമയത്ത് തന്നെ അത് സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതല്ല ഒരു ജനകീയ പ്രക്ഷോഭമൊക്കെ ആണെങ്കിൽ ഹൈക്കമാൻഡ് പറഞ്ഞാൽ അത് ജനങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്നും നേതാക്കൾ പൊതുവെ ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ രാവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ VM സുധീരനെ 4 മണിക്ക് കാണാമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. പക്ഷേ സുധീരൻ ഡൽഹിയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധി 10 ജൻപത്തിൽ നിന്ന് സുനേഹാരി ബാഗിലെ തൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ പിന്നീട് രാഹുൽ ഗാന്ധി മറ്റ് ചില തിരക്കുകളിലായി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് 7 മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, രാഹുൽ ഗാന്ധി എന്നിവരാണ് പങ്കെടുക്കേണ്ടതായുള്ളത്. ആ യോഗവുമായി ബന്ധപ്പെട്ട ചില കൂടിയാലോചനകൾ നടക്കുന്നതിനാലാണ് യഥാർത്ഥത്തിൽ സുധീരനുമായുള്ള കൂടിക്കാഴ്ച നടക്കാത്തതെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുധീരനെ കൂടിക്കാഴ്ചയ്ക്കായി രാഹുൽ ഗാന്ധി ക്ഷണിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് 4 മണിക്ക് ഡൽഹിയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിമാനം വൈകുകയാണ് ഉണ്ടായത്. ഖാർഗെയും നിലവിൽ ഇതുവരെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഖാർഗെ കൂടി വരികയാണെങ്കിൽ ഇന്ന് തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ, അതായത് രാവിലെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് ഇന്ന് വൈകിട്ടോടുകൂടി 7 മണിക്കും 8 മണിക്കുമൊക്കെ ഇടയിൽ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നതായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞ് ഇത് പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം വ്യക്തതയില്ല. ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്.